അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി എല്ലാവർക്കും ഈദ് മുബാറക്. വളരെ വിഷമത്തോടു കൂടെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. പെരുന്നാൾ, അറഫ നോമ്പും അതുപോലെ തന്നെ പെരുന്നാളും എല്ലാം കൂടിയായി മുസ്ലിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു ദിനം വരുമ്പോൾ വിഷമത്തിൻ്റെ, സമാധാനക്കേടിൻ്റെ അവസ്ഥയാണ്. ED അന്വേഷണവും പ്രതിഷേധവും നാട്ടിലാകെ സമരവും എല്ലാം കൂടിയായിട്ട് നമ്മുടെ നാട്ടിൽ സമാധാനം നഷ്ടപ്പെടുന്നൊരവസ്ഥ വരികയാണ്. ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോരെ ED അന്വേഷണവും സമരമൊക്കെ? ഈ സമയത്ത് തന്നെ ഇത് ഇങ്ങനെ വന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് മനസ്സിലാവണില്ല. എന്തായാലും വല്ലാത്ത സങ്കടമാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥകളൊക്കെ ഇങ്ങനെ ആയിപ്പോയാൽ എന്താണ് മുന്നോട്ട് പോവുക? സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഓരോ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്ത ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാവണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ ജയിക്കുന്നതും ഒക്കെ, അധികാരം വരുന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇത് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ എന്തൊക്കെയോ വരുന്നു. ഇതൊക്കെ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോരെ ഈ അന്വേഷണം? പെരുന്നാൾ കഴിഞ്ഞിട്ട് പോരെ സമരം നടത്തലൊക്കെ? ഇതിൻ്റെ ഇടയിലൂടെ ഇപ്പോൾ വെച്ചിട്ട് ഈ സമരം നടക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. ഓരോ മനുഷ്യനും വിഷമിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടുത്തി ഇനി എന്തൊക്കെ സമരങ്ങളാണ് വരാൻ പോകുന്നതെന്ന് അല്ലാഹു അലം. എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? നാട്ടിലൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ദയവ് ചെയ്തിട്ട് സാധാരണ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുക.